എല്ലാവർക്കും നമസ്കാരം. ജ്യോതിർവേദത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 30-ന് ശേഷം ചിലരിൽ ആശങ്കപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചൊവ്വയും കേതുവും ചേരുന്ന ഒരു വിശേഷ കാലഘട്ടമാണ്. ചില രാശിക്കാർക്ക് ഇത് വിഷമങ്ങളും വിഘ്നങ്ങളുമുള്ള സമയമാകാം. എന്നാലും ഭയപ്പെടേണ്ട. ഇങ്ങനെയൊരു സമയത്ത് നമ്മളെ ആന്തരികമായി ശക്തരാക്കേണ്ടതുണ്ട്. ഭഗവാനെ ഓർക്കുകയും ദൈനംദിന പ്രാർത്ഥനകളിലൂടെ ആത്മബലം നേടുകയും ചെയ്യുക അത്യന്താപേക്ഷിതമാണ്. ജപങ്ങൾ, പൂജകൾ, ചെറിയ ദാനങ്ങൾ എന്നിവയും ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങൾക്കോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമോ ഈ രാശികളിൽ പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങൾക്ക് ലഭിച്ച ശാന്തിയും ഇവിടെ പങ്കുവയ്ക്കാവുന്നതുമാണ്. ചൊവ്വയും കേതുവും ചേരുന്നതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ചിങ്ങം രാശിയിലാണ് ചൊവ്വയും കേതുവും ചേരുന്നത്. ഇത് മീനം രാശിയിലും ശനിയുമായി ചൊവ്വ ചേരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഏറ്റവും ദോഷം നൽകുന്ന ഷഡാഷ്ടക യോഗവും രൂപം കൊള്ളുന്നു. ഗ്രഹങ്ങളും രാശികളും ഒരേ സമയവും മാറി മാറി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇത് ഏതെല്ലാം രാശിക്കാർക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് ചൊവ്വ, കേതു, ശനി എന്നിവയുടെ സംയോഗം ദോഷകരമായ ധാരാളം ഫലങ്ങൾ നൽകുന്നു. കൂടാതെ സാമ്പത്തികമായി നിരവധി പ്രശ്നങ്ങളെ ഈ സമയം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. കൂടാതെ നിരവധി വെല്ലുവിളികൾ ഈ സമയം നിങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പലപ്പോഴും സന്തോഷകരമായ സാഹചര്യം പോലും പ്രതിസന്ധികളിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. അപകടകരമായ അവസ്ഥകളെ തരണം ചെയ്യാൻ അല്പം കഷ്ടപ്പെടേണ്ടി വരും. രണ്ടാമതായി ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് അവരുടെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ജൂൺ 30-ന് ശേഷം കടന്നു പോവുക. പലപ്പോഴും ലഗ്നഭാവത്തിലാണ് നിങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ശനി 8-ാമത്തെ ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം ആരോഗ്യ പ്രതിസന്ധികൾ വഷളാക്കാവുന്നതാണ്. കൂടാതെ കുടുംബത്തിലും കരിയറിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വർദ്ധിച്ചേക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യാം. എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആരോഗ്യത്തെ ഒരു കാരണവശാലും നിസ്സാരമാക്കരുത്. മൂന്നാമത്തേത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് ശനി, ചൊവ്വ, കേതു എന്നിവയുടെ സംയോഗം പ്രതികൂലമായ പല ഫലങ്ങളും നൽകുന്നു. അതുകൂടാതെ ചൊവ്വയും കേതുവും 12-ാം ഭാവത്തിലാണ് സംയോജിക്കുന്നത്. ശനി 7-ാമത്തെ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ശത്രുക്കൾ ശക്തരായേക്കാം. കൂടാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗുണപരമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാം. ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ 12 രാശിക്കാരിലും സ്വാധീനം ചെലുത്തുമെങ്കിലും അത് അപകടകരമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നത് എപ്പോഴും ഈ 3 രാശിക്കാരിലാണ്. ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളും വെല്ലുവിളികളുമെല്ലാം നമുക്ക് ജീവിതത്തിലേക്കുള്ള വഴികളാണ്. ഗ്രഹങ്ങളുടെ ആഘാതം തീർച്ചയായും ഉണ്ടായേക്കാം. പക്ഷേ അതിനുമേൽ നമുക്ക് കരുത്ത് നൽകുന്ന നമ്മുടെ ആത്മവിശ്വാസവും ഭഗവാനിലേക്കുള്ള വിശ്വാസവുമാണ് വേണ്ടത്. ഓം നമഃ ശിവായ. ഇതുപോലുള്ള ജ്യോതിഷവും ആത്മീയതയും ചേർന്ന കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.